അവള് കമന്റിനകത്തൊന്നും ചീത്ത വിളിക്കില്ല. പോയി കഴിഞ്ഞാൽ ഞാനൊരു പൊട്ടനാണ് ആൾക്കാർ വിചാരിക്കത്തില്ലേ. ഇതുപോലത്തെ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ലേ? ചാച്ചൻ വരുന്നതിന് തൊട്ട് മുന്നേ റോഡിൽ കൂടെ ബൈക്കിൽ പോയിട്ട് ആ സമയത്ത് ഞണ്ടിന്റെ മറ്റേ തോട് പോലും ഇല്ല. ഇച്ചിരി കൂടിയിട്ടുണ്ട്. അത് കൂടിയിട്ടുണ്ടോ? ആദ്യത്തെ ഓക്കെ. രണ്ടാമത്തേത് ആലോചിക്കേ. ഹലോ ഗൈസ്. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയ ചലഞ്ച് അല്ല, മെമ്മറി ടെസ്റ്റ് ആണ്. പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടോന്ന് അവൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അവള് കൊറേ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് ആണ്. 10 11 അതിന്റെ 5-6 ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് ആൻസർ കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടു, അതിന്റെ ആൻസർ കിട്ടോ കിട്ടത്തില്ല. പക്ഷെ എന്തായിരുന്നു, അതിനു മുന്നേ നമ്മള് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് നമ്മള് പിൻ ചെയ്യും, എന്നിട്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വായിക്കും എന്നുള്ളത്. അപ്പൊ നമ്മള് കഴിഞ്ഞ തവണത്തെ വീഡിയോക്കകത്ത് ഒരെണ്ണം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് കമന്റ്, ലവ് യു ചേച്ചി ചേട്ടാ, എന്റെ പേര് പറയണേ നെക്സ്റ്റ് ടൈം, ബിക്കോസ് ഞാനും ചേട്ടനെ പോലെയാണ്, സെയിം കണ്ടീഷൻ, 5 months ആയുള്ളൂ, പാവം ഞാൻ. അശ്വതി ബാബ 808. എല്ലാം റെഡി ആവാൻ പെട്ടെന്ന് മെമ്മറി ടെസ്റ്റ് നമുക്ക് തുടങ്ങാം ഗൈസ്. അതുപോലെ തന്നെ നമ്മളോട് കുറച്ച് പേര് ഇതുപോലെ കമന്റിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗൈസ് വിളി ഇച്ചിരി കൂടിയിട്ടുണ്ട്. അത് കൂടിയിട്ടുണ്ടോ ഗൈസ്? അത് കുറയ്ക്കണോ എന്നുള്ളത് പറയൂ ഗൈസ്, പറയണം ഗൈസ്. അപ്പൊ നമുക്ക് മെമ്മറി ടെസ്റ്റ് തുടങ്ങാം. പിന്നെ കഴിഞ്ഞ വീഡിയോ എടുത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ മഴ നനഞ്ഞ് പോകുന്നത് എന്തിനാ, വണ്ടിക്ക് പൊക്കൂടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കുറച്ച് ദിവസം കൊണ്ട് മഴ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മഴ നനഞ്ഞിട്ടുള്ളതാണ് അല്ലേ. നമ്മള് കൊറേ മഴ നമ്മള് മിക്ക എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ മഴ നമ്മുടെ ഒരു പ്രധാന ഘടകമായിരുന്നു. നമ്മൾ അപ്പൊ അങ്ങനെ ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് ഇവിടെ ഇങ്ങനെ മഴ കാണാൻ പറയാൻ കുഞ്ഞു നമുക്ക് നനയാൻ കുഞ്ഞെന്നൊക്കെ പറയാം. അപ്പം നമ്മളത് പിന്നാട്ടടാന്ന് പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ ഗജമേളയുടെ ദിവസം നല്ല മഴയായിരുന്നു. ലാസ്റ്റ് നമ്മൾ പോണോന്നും പറഞ്ഞു ഇവിടുന്ന് അത്രയ്ക്ക് ദൂരം. മുന്നത്തെ വ്ലോഗ് നിങ്ങൾ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഞങ്ങള് സത്യം പറഞ്ഞ മഴ തോർന്നിട്ടാ ഇറങ്ങിയത്. പക്ഷെ പകുതിയോട്ട് നല്ല മഴയായിപ്പോ. എന്നിട്ട് കൊട പിടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോയപ്പോ ഇപ്പൊ നനഞ്ഞിട്ടില്ലായിരുന്നു, കൊട പിടിച്ചിട്ടുണ്ടായിരുന്നു, കാത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു കൊട. ഞാൻ കാത്തും ഇതിനും അച്ചാച്ചനാണോ ആരാണ്ടൊക്കെ കൊടക്കകത്തുണ്ട്. അത് അങ്ങോട്ട് പോയപ്പോ. ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ഫ്രണ്ടിലുള്ളത് മാത്രമേ. അതെ, ഇങ്ങോട്ട് വന്നപ്പോ കുറച്ചാണ്, പക്ഷെ അത് ചെറിയ മഴയായിരുന്നു, ഒത്തിരി മഴ ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോ ഭയങ്കര മഴയായിരുന്നു. പക്ഷെ അത് നനഞ്ഞിട്ടില്ല, കുഞ്ഞിനെ നനയിപ്പിച്ചിട്ടില്ലായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ട് പാന്റ് കാലുഭാഗം മാത്രമായിരുന്നു നനഞ്ഞിട്ടുള്ളത്. അപ്പൊ വണ്ടി പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ വീൽ ചെയറിൽ മഴയല്ലെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഉരുട്ടുമ്പോ ഒരു എക്സസൈസ് പോലെ ഒരു സംഭവമാണ്. പക്ഷെ മഴ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ശരിക്കും മഴയല്ലാത്തപ്പോഴും ഞാൻ ഉരുട്ടിയില്ല. അത് അപ്പൊ നമുക്ക് നമ്മുടെ അല്ല, മഴ പെയ്ത് നനഞ്ഞ് റോഡ് കിടക്കുമായിരുന്നു, അതുകൊണ്ടല്ലേ ഉരുട്ടാഞ്ഞത്. അല്ലെങ്കിലും എത്ര ദൂരം ഉരുട്ടെന്ന് പറഞ്ഞ ടാസ്ക് ആണ്. ഉരുട്ടത്തില്ലെങ്കിലും അങ്ങനെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഒരുമിച്ച് പുറത്ത് പോയപ്പോ ഇട്ട ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആയിട്ട് ഒരുമിച്ച് പുറത്ത് പോയപ്പോ ഇട്ട ഡ്രസ്. നമ്മള് ഫസ്റ്റ് ആയിട്ട് എപ്പോഴും പുറത്ത് പോയെന്ന് പറയോ? അടൂര്. അറിയത്തില്ല. അടൂര് പോയപ്പോ അയ്യോ എനിക്കറിയില്ല. നീ പറ. ഞാനിട്ടത് ഒരു വെള്ള ചെക്ക് ഷർട്ടും, ഷർട്ട് പോലത്തെ വെള്ളയ്ക്കകത്ത് കറുപ്പ് ചെക്ക് ഷർട്ടും, ജീൻസ്, നീല ജീൻസും. അങ്ങനെ ഡ്രസ് കണ്ട് ഉണ്ടായിരുന്നു. വെള്ളക്കകത്ത് കറുത്ത ചെക്ക് ഷർട്ട്. ഫോട്ടോ ഒന്നും ഇല്ല, അന്ന് ഫോട്ടോ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിന്ന് മിസ് ചെയ്ത് പോയത്.
കുഞ്ഞാലോചിച്ച് മറ്റേ അമ്പലത്തിന്റെ അവിടോട്ട് പോയിട്ട് ATM-ന്റെ അവിടെ നിന്ന് അമ്മയൊക്കെ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഓർമ്മ. അന്നാണ് അവൻ ഫസ്റ്റ് ആയിട്ട് പുറത്തു. അന്ന് ഞാൻ ഇട്ടിരുന്ന ഷർട്ട് ബേസിക്സിന്റെ വയലറ്റ് കളറിലെ അത് ആ ഷർട്ടായിരുന്നു ഇട്ടത്. എന്റെ ഓർമ്മയില്ല എനിക്ക്. പക്ഷെ ഞാനോർത്ത് നീ മറ്റേ ചുരിദാറായിരിക്കും പറയുന്നു, ചന്ദന കളറിലെ. എന്റെ മനസ്സ് വന്നായിരുന്നു. അതല്ല, മറ്റേതായിരുന്നു. അപ്പൊ അത് തോറ്റു ഗൈസ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻ അല്ലേ? 10-12 കണ്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് പുറത്ത് പോയി കഴിച്ചിട്ടുള്ള ഫുഡ്. ഫസ്റ്റ് ആയിട്ട് പോയിട്ട് കഴിച്ചിട്ടുള്ളത് നാരങ്ങ വെള്ളം. നീ നാരങ്ങ വെള്ളം, ഞാൻ പപ്സും. നാരങ്ങ വെള്ളം. അതോ ഫുഡ് ഹെവി ഫുഡായിട്ട്? ഹെവി ഫുഡായിട്ടല്ല, നാരങ്ങ. നമ്മള് കൊറേ നാള് തന്നെ നാരങ്ങ വെള്ളം പപ്സ് നമ്മളങ്ങനെ കഴിക്കത്തില്ല. നമ്മള് രണ്ടുപേരും ഞങ്ങളില് ഫുഡീസ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ല, കൊറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയാം. ഞങ്ങള് ഇവളാണ് എവിടെ പോയാലും പറയും എനിക്ക് നാരങ്ങ വെള്ളം വല്ലതും. അതിപ്പോഴാണെങ്കിലും പറയുന്നത് കുഞ്ഞ എവിടെ പോയാലും നാരങ്ങ വെള്ളമല്ലേ കുഞ്ഞ, എനിക്ക് നാരങ്ങ വെള്ളം മതി, എനിക്ക് നാരങ്ങ വെള്ളം മതി. പിന്നെ പേര് മാറി ഇവളെ കോളേജിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്ന ടൈമില് ഹോട്ടലിലൊക്കെ കേറുമ്പോ ചേട്ടാ ഞണ്ട് റോസ്റ്റ് ഉണ്ടോ? ഹോസ്റ്റലിൽ നിന്നും കഴിക്കാതെ വരുമ്പോ ഒരു ഞണ്ട് റോസ്റ്റ് വന്നിട്ട് ആ ഞണ്ടിന്റെ മറ്റേ തോട് പോലും ഇല്ല, അമ്മാതിരിയാ. പക്ഷെ ശരിക്കും നാരങ്ങളും ഞാൻ എപ്പോഴും കുടിക്കും. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ്. ഞാനിങ്ങനെ ഇതായിട്ടിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ കൂടുതലും പറയുന്നത് മരുന്ന് കഴിച്ച് കിറങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ട് 2 പേരും പാടിക്കൊടുത്തിട്ടുള്ള പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പാടിത്തന്നത് ഡിയർ കോമ്രേഡിനത്തില് മറ്റേ ഈ ജന്മസാരമേ. നീ പാടിത്തന്ന പാട്ട് ഞാൻ മറക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. പാട്ടത് ഏതാണ് എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ട്. എടി മറ്റേ ജോജോ ജോർജ് അഭിനയിച്ച ജോസഫിനകത്തെ പാട്ടല്ല. അല്ല, ജോജോ ജോർജ് അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടാ. ജോസഫിന് പാട്ടൊന്നും അല്ല, അത് എപ്പോഴാ ഇറങ്ങിയത്? തോറ്റു ഗൈസ്, ആ പാട്ടല്ല. നീ അത് പിന്നെന്തിനാ ആലോചിക്കുന്നത്? അതല്ല. ഉറപ്പാണോ? അപ്പൊ നീ പറഞ്ഞു നീ ആദ്യം പാടുന്ന യമുന യാത്രയിലെ. അതൊന്നും അല്ലേ കുഞ്ഞ സത്യം ദൈവത്തിനാണ് സത്യം അതാ പാടിക്കൊടുത്തിട്ടുള്ളത്. അല്ലടി മറ്റേത് അതൊക്കെ എത്ര നാള് കഴിഞ്ഞ കുഞ്ഞ ഇറങ്ങുന്നത്. 2 പോയിന്റ്. എന്താ പോയിന്റ്? മാർക്കുണ്ട്. ഇത് തന്നെ ഇവന്റേതും ഉണ്ട്. ഇവൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനകത്ത് ഞാൻ പറയും. അപ്പൊ ആർക്കാ നന്നായിട്ട് അറിയാമെന്ന് അറിയാമല്ലോ. നൈറ്റ് റൈഡ് ഫസ്റ്റ് ആയിട്ടുള്ള. ഫസ്റ്റ് നൈറ്റ് റൈഡ് അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വഴുവാതിക്കര അമ്പലത്തിന്റെ അവിടം വരെ പോയിട്ട് തിരിച്ച് റിട്ടേണില് 2 കിലോമീറ്റർ ഇല്ല. 2 കിലോമീറ്റർ ഇല്ല, അവിടെ വരെ പോയി തിരിച്ചു കൊണ്ടുപോയിട്ട്. അത് ബുള്ളറ്റിനകത്ത്. ഇതായിരുന്നു ഫസ്റ്റ് ആയിട്ടുള്ള. അന്നും മഴയുണ്ടായി, ചെറിയ 2 പേരും ഫസ്റ്റ് ആയിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ബർത്ത്ഡേ. 2 പേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്ത എന്റെ ബർത്ത്ഡേ നമ്മുടെ 2ന്റെയും കൂടെ ഒരുമിച്ചല്ലായിരുന്നോ? ലുല്ലു വെച്ച് ഞങ്ങള് ചുമ്മാ ഒരുമിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ആരും വിളിക്കുന്നു. അപ്പൊ ഒരുമിച്ചെന്ന് പറഞ്ഞ ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ 6 ദിവസം. ഒരു മാസം തന്നെ. എന്റെ ബർത്ത്ഡേ 20-ാം തീയതി, 26-ാം തീയതി. ഇതൊക്കെ അയക്കാത്ത കടിച്ചിട്ടിരിക്കുന്നു. കാണത്തില്ലായിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പൊ ബർത്ത്ഡേ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം, നമുക്ക് അത് ആ ഡേറ്റ് നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മള് 2 പേരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ സെലിബ്രേറ്റ് ചെയ്യുന്നതിനകത്ത്
ഇതേപോലെ നമ്മളൊരു ദിവസം തിരുവനന്തപുരത്ത് ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്യോതിയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ജ്യോതിയും ഞാനും വെളിയിൽ വന്നു. അന്ന് നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ കുറെ അടുത്ത് പോയി. എന്നിട്ട് ഇതേപോലെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് ലുലുമാളിൽ പോയ സമയത്ത് ഇത് അവിടുന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മുറിച്ചു. അതിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഉണ്ട് അത് ഞാൻ കാണിക്കാം. ആ സമയത്തൊക്കെ ഞാൻ ഒരുമാതിരി ഉണക്കക്കോല് ഞാൻ പിന്നെ നീയും അതിനേക്കാൾ ഇപ്പോഴത്തേക്കാൾ ഉണക്ക. അന്നേക്ക് മീശയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് വന്ന സമയമായിരുന്നു. ഓ അല്ലെങ്കിൽ ആണ്. അപ്പൊ അത് അങ്ങനെയായിരുന്നു ഫസ്റ്റ്. രണ്ടാമത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നീ തന്നെ. ആദ്യത്തെ ഓക്കെ, രണ്ടാമത്തെ ആലോചിക്ക്. ഡ്രസ്സാ. മാക്സിന്ന് ഞാൻ 299 രൂപയ്ക്ക്. അല്ലല്ല, ഡ്രസ്സല്ലേ. ഹെഡ്സെറ്റ്, ബാക്ക് കവറ്. അതൊക്കെ എത്ര നാളെ കഴിഞ്ഞിട്ടാ തോറ്റു ഗൈസ്. ഇനി എല്ലാ ബർത്ത്ഡേയുടെ ഇത് പറയുവേ. എന്തോടി ഞാൻ പറയാം. ഷൂ. അത് ആ സമയത്ത് കൊറോണയായിരുന്നു. കൊറോണയായിട്ട് ഇതേപോലെ ഷൂ മേടിച്ചു എന്നോട് വന്ന് എനിക്ക് തരണം എന്ന് പറഞ്ഞു. നാളെയാണ് എന്റെ ബർത്ത്ഡേ എങ്കിൽ തലേദിവസം വൈകുന്നേരം പറഞ്ഞു എനിക്ക് തന്നെ ഫസ്റ്റ് ഗിഫ്റ്റ് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അന്ന് അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു താമസം. ഇവൻ അച്ചാച്ചൻ വരുന്നതിന് തൊട്ട് മുന്നേ റോഡിൽ കൂടെ ബൈക്കിൽ പോയിട്ട്, ആ സമയത്ത് ചേട്ടൻ അറിയാം ഇതേപോലെ റിലേഷനുള്ള കാര്യം അറിയാം. അല്ല ഞാൻ പറയാം, എനിക്കല്ലേ കറക്റ്റ് ആയിട്ട് അറിയാം. ഞാനിങ്ങനെ ബൈക്കിൽ പോകുന്ന എന്നെ ഫോളോ ചെയ്ത് പരിചയമുള്ള ഒരു വണ്ടി. ഫോളോ ചെയ്തല്ല, അച്ഛൻ നേരെ വീട്ടിലോട്ട് വരിക. പക്ഷെ ഞാൻ സ്പീഡ് കൂടി വരുന്നുണ്ട്. നോക്കുമ്പോ അതിനനുസരിച്ച് ആ വണ്ടിയുടെ സ്പീഡും കൂടുന്നുണ്ട്. അച്ഛൻ പുറകെ വെച്ച് വരുക. ആ സമയത്ത് അറിയത്തില്ല നമ്മളുടെ റിലേഷൻ. ഇല്ല, അതൊന്നും അറിയത്തില്ല. എന്നിട്ട് ഞാൻ നേരെ പെട്ടെന്ന് വീടിന്റെ വാതിക്കലോട്ട് ഗിഫ്റ്റ് എടുത്ത് ഒറ്റ കയറി. ഞാൻ ഒറ്റ പോക്കെടുത്ത് എറിഞ്ഞു. വീടിന്റെ ഗേറ്റ് ഉണ്ട്, അവത്തിന്റെ അവിടെ ഒറ്റ കയറി. ഞാനാണെങ്കിൽ അപ്പോഴത്തേനും വേറെ വഴികളാണ് എനിക്ക് തോന്നിട്ട് അവനെങ്കിൽ ഗിഫ്റ്റ് മേടിച്ച് പുറത്ത് എറിഞ്ഞു വന്നിട്ടുണ്ട്. നീ ഒന്നും പറയല്ലേടാ. എന്നിട്ട് ഞാനെന്തോടത്ത് വെളിയിൽ അച്ഛൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് അച്ഛനകത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ കവറും എടുത്തോണ്ട് ഞാൻ കൊണ്ടങ്ങ് അകത്ത് വെച്ച്. അത് വലിയ വാങ്ങിച്ചു. കേറത്തില്ല എന്നല്ല, വലുതായിരുന്നു. ഞാനത് എന്നിട്ട് വിടുവായിരുന്നു. അതിനകത്ത് പേപ്പറൊക്കെ വലുതായിരുന്നു. കേറുവായിരുന്നു, വലുതായിരുന്നു. വെളിയില് മറ്റേ ഫ്രണ്ടിങ്ങനെ പോവാൻ മറ്റിങ്ങനെ അകത്ത് പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ എന്നിട്ട് വിട്ടോണ്ട് നടക്കുമായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയത് നല്ല ഷൂ ആയിരുന്നു. കഴിഞ്ഞ ദിവസം അച്ചാച്ചൻ ഏതാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വണ്ടിയുടെ പുറകെ വീൽചെയർ ഫസ്റ്റ് ഉന്തിക്കൊണ്ടിരുന്ന ചുമന്ന ഷർട്ട് ഇട്ടതാണ് എന്റെ ഡാഡി. അതെ, അതാണ് ഇവളുടെ ഡാഡി, എന്റെ ഡാഡി അച്ചാച്ചൻ. അപ്പം അതായിരുന്നു രണ്ടാമത്തെ. ഇതുപോലത്തെ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ലേ? നീ ആദ്യത്തെ ഗിഫ്റ്റ് ചോദിക്കാൻ ആദ്യത്തെ ഗിഫ്റ്റ് ചോദിക്കുന്നതായിരുന്നു ഒരു ഊഹ. പക്ഷെ രണ്ടാമത്തെ ഷൂ ആണെന്ന് നിനക്ക് എന്തോ ഉറപ്പ്? രണ്ടാമത്തെ ഷൂ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗെയിം ചലഞ്ചിൽ കുഞ്ഞ് ഫസ്റ്റ് എന്നോട് പറഞ്ഞ ഫിലിം നെയിം. അത് റീസെന്റ് ആയിട്ടാണ്. എനിക്ക് ഇന്നലത്തെ കാര്യം, പക്ഷെ അത് മറ്റേ പറഞ്ഞ എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് തള്ളി പോകണ്ടല്ല ചുമ, നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. തള്ളി വിടാല്ലേ. എനിക്ക് ഏറ്റവും യദുകൃഷ്ണ ഇട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. ഓപ്ഷൻ ചോദിച്ചോട്ടെ? ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ? ട്രഡീഷണൽ. മുണ്ടും ഷർട്ടും. ഷർട്ടിനെക്കാട്ടും എനിക്ക് കൈലി ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്. കൈലി പോലിരിക്കുന്ന മുണ്ടുണ്ട്, അതായിരുന്നു കൊടുത്തത്. എന്നാ മോഡേൺ ആണെങ്കിലോ? മോഡേൺ ആണെങ്കിൽ വെള്ള ടീഷർട്ടും പാന്റും.
എനിക്ക് ഫസ്റ്റ് തന്ന വിഷു കൈ നീട്ടം എത്ര രൂപയാണെന്നാണോ? 100 രൂപ. ശരിയാണ് ഗൈസ്. 100 രൂപ. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, കൊറോണ കഴിഞ്ഞ് ഫസ്റ്റ് ആയിട്ട് പുറത്തു പോയത്? കോളേജിൽ നിന്നല്ലോ. എടി നീ ഈ ക്വസ്റ്റ്യൻ ഒന്നും എന്തോ അടി ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഞാൻ മരുന്ന് കഴിച്ചോണ്ട് എനിക്ക് അയ്യോ ഇല്ലായിരുന്നു ഓർത്താ. പിന്നെ സത്യം പറഞ്ഞു 2 ദിവസം മുന്നേ നമ്മള് പ്ലാൻ ചെയ്തതിന് അന്നേ ഈ കൊറോണ കഴിഞ്ഞിട്ട് ഈ സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞില്ല, അതുകൊണ്ടാ എടുത്തിട്ടത്. എനിക്കറിയത്തില്ല. നമ്മൾ രണ്ടുപേരും കോട്ടയത്ത് പോയി. നമ്മൾ മറ്റേ കോട്ടയത്ത് പോയി ഗൈസ്, കോട്ടയത്ത് പോയി. എന്നാ ആ സമയത്ത് എനിക്ക് ആക്സിഡന്റ്. അല്ല ഞാൻ പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കൊറോണ കഴിഞ്ഞിട്ടല്ലല്ലോ, ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ടല്ലേ? കോട്ടയത്ത് പോയ ആക്സിഡന്റും കൊറോണയൊക്കെ ഏകദേശം ഒരു സമയത്തായിരുന്നു. കൊറോണ ആക്സിഡന്റ്, ഞാൻ ആക്സിഡന്റ് പറ്റിയ സമയത്ത് കോളേജിൽ നിന്ന് അവധിയായിരുന്നു. കൊറോണയുടെ കാര്യം പറഞ്ഞിട്ട് പിള്ളേരെല്ലാം നാട്ടിലായിരുന്നു. പോയിട്ടില്ലേ? ഇല്ല. അപ്പോഴാ കോട്ടയത്തായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് നമുക്ക് ആ ആത്മവിശ്വാസം കൂടിയതുകൊണ്ട് രണ്ടാമത്തെ ദിവസം പിന്നെ അന്ന് നമ്മളെ ആരും അറിഞ്ഞില്ല. എന്നിട്ട് നമ്മൾ അന്ന് ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്ത് എനിക്കന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല, കുഞ്ഞിന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ബ്രദർ അങ്ങനെ കണ്ടിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ പുറത്തു പോയി ആലപ്പുഴയില്. അന്ന് വലിയ കാര്യത്തില് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഫുഡ് കഴിക്കും. ഞാൻ കഴിച്ചില്ല, കുഞ്ഞിന് മസാല ദോശയും വടയും കഴിച്ചോണ്ടിരുന്ന സമയത്തല്ലേ ഞാൻ കഴിച്ചിട്ട് കൈ കഴുകിട്ട് തിരിച്ചിറന്നിട്ട് ഒരുത്തി മോങ്ങാറായ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ അച്ചാച്ചൻ വിളിച്ചു തിരിച്ചു പോകാന്നുള്ള രീതിയില്. അങ്ങനെ നമ്മള് പിന്നെ തിരിച്ച് ബസ് വന്ന് തിരുവല്ല വന്നിട്ട് നമ്മൾ രണ്ടുപേരും നോക്കി ചിരിച്ചോണ്ട് കരഞ്ഞോണ്ടൊക്കെ ഇരിക്കും. ഒരു ലോട്ടറി ഒക്കെ മേടിച്ചിട്ട് വന്ന് കുഞ്ഞ് അടിച്ചേക്കും വെച്ചേക്ക്. ആ ലോട്ടറി എന്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്, എന്റെ പേഴ്സണത്തിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അന്നും ഞങ്ങൾ എന്നോട് ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ലോട്ടറി അടിക്കത്തില്ലെന്ന് അറിയാം, എന്നാലും ഞങ്ങൾ ചുമ്മാ എടുത്ത. നോക്കിയും കാണത്തില്ല ചിലപ്പോ. നോക്കി ആണോ? അടിച്ചിട്ടില്ല കേസ്. അപ്പം അങ്ങനെ അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊറോണ കഴിഞ്ഞിട്ട് പോയിട്ടുള്ളത് കോട്ടയത്ത്. നീ ഉണ്ടാക്കി ചോദിക്കുമല്ലോ. അല്ല, കൊറോണ കഴിഞ്ഞ ഫസ്റ്റ് ആയിട്ട് പുറത്തു പോയത് ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൊച്ചിലത്തെ. എനിക്ക് അറിയത്തില്ല. ഗായത്രിയോ? അതാരാ? ആതിരയാണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടുണ്ട്. ആതിര അല്ല, അപ്പൊ തെറ്റിപ്പോയി ഗൈസ്. എന്തുവാടി എല്ലാം കൂടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാനൊരു ഒട്ടനാണ് ആൾക്കാർ വിചാരിക്കത്തില്ലേ? മേഘ. ഓർമ്മയില്ല. കുഞ്ഞാ അല്ല പറഞ്ഞപ്പോ ഓർമ്മയുണ്ട്. മേഘ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കൊച്ചിയിലത്തെ. ബാക്കി എല്ലാ ഫ്രണ്ട്സിന്റെ പേര് അവനെ അറിയുന്നു. 10ാം ക്ലാസ് വരെയുള്ള അവർണ, +1 +2 പേര് പറഞ്ഞില്ലേ അവള് കമന്റിനകത്തൊന്നും ചീത്ത വിളിക്കില്ല. അഖിലുണ്ട്, അത് 2-3 പക്ഷെ ഏറ്റവും കൂടുതൽ അഖിലയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ എല്ലാ കോളേജിലാണെങ്കിൽ സോന, ഇവനെല്ലാം ഇൻസ്റ്റാഗ്രാമിന്റെ പേരാണല്ലോ. ജ്യോതി, പിന്നെ ഇത്രയും പേരായിരുന്നു. അപ്പം അഖിലയാണ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്. ബാക്കി എല്ലാവരും അറിയാം. അപ്പം അങ്ങനായിരുന്നു. മേഘ കൊച്ചിലത്തെ ആയതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ എന്റെ ചോറോണം തുലാഭാരം ഒക്കെ ചെയ്ത സ്ഥലം. തുലാഭാരവും ചോറോണം ഒരുമിച്ചാണോ? അന്നാ ആറന്മുള അമ്പലത്തിൽ. ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് ട്രിപ്പ്. മറ്റേത് നിന്റെ ശിവകാശിന്ന് കോളേജിൽ ഇങ്ങോട്ട് വിളിച്ചു. ഫസ്റ്റ് ആയിട്ടുള്ള ലോങ് ട്രിപ്പ് എവിടെങ്കിലും ഇച്ചിരി നമ്മളെല്ലായിടും ഈ അടൂര് അല്ലെന്നുണ്ടെങ്കിൽ തിരുവല്ല വീടിന്റെ അടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു.
ഫസ്റ്റ് ആയിട്ട് കുറച്ച് ലോങ്. ഇടുക്കി പോയതാണോ? ആ ഇടുക്കി ജില്ല ഒന്ന് ഇങ്ങനെ കാല് മുട്ടി അപ്പോഴത്തേന് തിരിച്ചു വന്നു. നമ്മള് ആറിലായിരുന്നു പോയത്. ആറന്മുള എത്തിയപ്പോഴത്തേന് നമുക്ക് എനിക്ക് ചൊരുക്കും ഭയങ്കര ബുദ്ധിമുട്ടാ. ആറന്മുള ഒന്നും എത്തിയില്ല. അതിനു മുന്നോട്ട് ഞാനിങ്ങനെ കുഞ്ഞെനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പറഞ്ഞുകൊണ്ട് ഛർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൊത്തം ഉറക്കമായിരുന്നു. ഞാൻ ഇടുക്കിയും കണ്ടില്ല ഒരു സ്ഥലങ്ങളിൽ. തിരിച്ച് വീട്ടിൽ വന്നെങ്കിൽ ലേസ് മേടിച്ച് വീട്ടിൽ പറഞ്ഞു ഛർദ്ദിച്ച് ഒന്നും കഴിച്ചില്ല കുടിച്ചില്ല. അതാണ് ഫസ്റ്റ് ആയിട്ട് 10-11 12 13 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്ന ഗജമേള. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്ന ഗജമേള 2020. വർഷമൊക്കെ പറയോ നീ? 2020 വർഷം ഒന്നും പറയണ്ട. ആ ഒരു ഇത് പറഞ്ഞ മേളക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അന്നിട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ വേണേ ഞാൻ പറയാം, ബ്ലൂ. ഒരാവശ്യമല്ല. സോറി പച്ച മുത്ത് പച്ച കോളറ് പച്ച. അത് ഇരുട്ടായപ്പോ ബ്ലൂ ആയ പച്ച. അത് തെറ്റ് ചെയ്യാം. അതിട്ട് അല്ല പച്ച ആ ഒരു ഇത് പറ. സിറ്റുവേഷൻ എന്തുവാ, ആരും കാണാണ്ട് ഇങ്ങനെ നുഴഞ്ഞ്. അന്ന് ആ സമയത്ത് കൊറോണ കഴിഞ്ഞൊരു സമയം. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാ. അപ്പം ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് അപ്പൊ എനിക്ക് കുഞ്ഞും ബില്ലുണൊക്കെ മേടിച്ചു തന്നു. ഞാനും അഖിലയും ഉണ്ടായിരുന്നു. അഖിലയുടെ അച്ചാച്ചന്റെ അമ്മയും എന്റെ ചേട്ടനും ഒക്കെ ഉണ്ട്. അപ്പൊ ചേട്ടന്റെ കൂട്ടുകാരൻ അനീഷേട്ടന്റെ കൂടെ പോകുന്നു. അച്ഛനും അമ്മയും ഒരു ഭാഗത്ത്, ഞാനും ഇവന്റെ കൂട്ടത്തില്. ഇപ്പൊ മോതിരൊക്കെ ചെന്ന് നോക്കി ഞാനൊരു ബൈക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ബൈക്ക് വിടലിപ്പുണ്ട്. അപ്പൊ എന്നോട് അതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടാണ് കുഞ്ഞ് എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പൊ ഞാൻ ഒരു ബൈക്കൊക്കെ മേടിച്ചു. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു എനിക്കൊരു ബൈക്ക് വാങ്ങിക്കണം, എനിക്കൊരു ബൈക്ക് വാങ്ങിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഗജമേളക്ക് മേടിച്ചു തരാൻ. ഗജമേളക്ക് വാങ്ങിച്ചു തരാന്നല്ല, അവൾ എന്തൊക്കെ പറഞ്ഞു ആദ്യം പറഞ്ഞു നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ശരി എന്നാ നമുക്ക് എങ്ങനെയും പൈസയൊക്കെ കിട്ടി EMI-ക്കൊക്കെ എങ്ങനെയും വാങ്ങിക്കാന്നുള്ള പ്ലാനൊക്കെ ആയിരിക്കും. അത് ഗജമേളക്ക് വാങ്ങിച്ചു തന്നു. നല്ല വണ്ടിയാ, ഇപ്പോഴും കയ്യിലുണ്ട്. എവിടെ നമ്മൾ അടുത്ത വീഡിയോക്കകത്ത് ഇത് കാണിക്കും. അപ്പൊ അത് ഗജമേളക്ക് അത് എന്നിട്ട് ബലൂണൊക്കെ മേടിച്ചു തന്നു. എന്നിട്ട് മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അപ്പച്ചി ഇങ്ങനെ ചോദിച്ചു മാസ്ക് മാറ്റാന്ന് മാറ്റുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഓടിയോള്. ഞാൻ ഓടിയൊന്നുമില്ല, ഞാൻ പയ്യെ പോയത്. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഗൈസ് 5 പറഞ്ഞിട്ടുണ്ട്. 5 ആൻസർ സക്സസ്ഫുള്ളി ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇനി ഉറങ്ങാൻ പോകുക. ഗൈസ് വിളിനി എന്തെങ്കിലും കേട്ടോ. അല്ല ഇതിനിടയിലും വന്ന് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്തിട്ട് നല്ല കമന്റ് നമ്മൾ പിൻ ചെയ്തോലെ പറഞ്ഞു.